വലിയ ദുരന്തങ്ങൾ സമൂഹത്തിൽ വലിയ ദുരന്തങ്ങൾ ആളുകൾ വിതച്ചിട്ടുള്ളത് വെടിയച്ച കൊണ്ടല്ല, മറിച്ച് കലാപത്തിനുള്ള ആഹ്വാനം കൊടുത്തുകൊണ്ടാണ്. അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയതുകൊണ്ടാണ്. മാനസിക നില തെറ്റിയവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുതിരവട്ടവും അതേപോലെ തന്നെ പൂജപ്പുരയൊക്കെ ഉള്ളത്. ജനാധിപത്യത്തിൽ ആശയങ്ങളെ നേരിടേണ്ടത് ആശയങ്ങളാലാണ്, ആയുധങ്ങളാലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയൊക്കെയാണോ ആശയങ്ങൾ പരാജയപ്പെടുന്നത് അവിടെയാണ് ആയുധം എന്താറുള്ളത്. അതാണ് സംഘപരിവാറിന് പറ്റുന്ന ഏറ്റവും വലിയ അപജയം. ഏവർക്കും സ്നേഹവന്ദനം. ശ്രീ TG മോഹൻദാസ് സാറിന്റെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിശകലനം ആവശ്യമാണ് എന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ശക്തി അതിൻ്റെ ഭരണകൂടത്തിലോ തെരഞ്ഞെടുപ്പുകളിലോ മാത്രമല്ല, പൊതുസമൂഹത്തിൽ നടക്കുന്ന സംവാദങ്ങളുടെ നിലവാരത്തിലുമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ആശയങ്ങളിലൂടെ നേരിടുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. എന്നാൽ എതിരാളികളെ വെടിവെച്ച് ഇല്ലാതാക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയോ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയോ സ്ത്രീകളെയോ അധിക്ഷേപിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന ഭാഷ പ്രചരിക്കുകയോ ചെയ്യുമ്പോൾ അത് സാധാരണ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനത്തിൻ്റെ പരിധി വിട്ട് ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന വിഷയമായിട്ട് മാറും എന്നതിന് യാതൊരു സംശയമില്ല. ഇത്തരം പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ നിരൂപകനായ ശ്രീ TG മോഹൻദാസിൻ്റെ പരാമർശങ്ങൾ വ്യാപകമായ വിവാദത്തിനും നിയമപരമായ പരാതികൾക്കും ഇടയാക്കിയിരിക്കുന്നത്. പ്രചരിക്കുന്ന വീഡിയോയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കർഫ്യൂ പ്രഖ്യാപിച്ച് അവരെ വെടിവെക്കാൻ താൻ ഉത്തരവിടുമായിരുന്നു, താൻ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ എന്ന തരത്തിലുള്ള പ്രസ്താവനകളും സ്ത്രീകളെ സംബന്ധിച്ച് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളും വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് നമുക്കറിയാമല്ലോ. തുടർന്ന് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പരാതികൾ നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതായിട്ടിപ്പോൾ റിപ്പോർട്ട് വരികയും ചെയ്യുന്നു. ഈ സംഭവത്തെ ഒരാളുടെ വ്യക്തിപരമായ കോപപ്രകടനമായി മാത്രം നമുക്ക് കാണാനാവില്ല. മറിച്ച് പൊതുസമൂഹത്തിൽ വിദ്വേഷ ഭാഷയും അക്രമത്തെ സാധാരണവൽക്കരിക്കുന്ന രാഷ്ട്രീയ വാചാടോപവും എത്രത്തോളം അപകടകരമാണെന്ന് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജനാധിപത്യത്തിൻ്റെ അടിത്തറ അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രതിഷേധിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സമാധാനപരമായ പ്രതിഷേധത്തിനും സംരക്ഷണം നൽകുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കത്തിനൊക്കെ മുഖാന്തരമായി തീർന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമാണ്, അനുവദിക്കേണ്ടത് തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ സർക്കാർ നയങ്ങളോടോ പരീക്ഷാ ക്രമക്കേടുകളോടോ സാമൂഹ്യ അനീതികളോടോ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സ്വാഭാവിക ഘടകം മാത്രമാണ്. പ്രതിഷേധിക്കുന്ന പൗരന്മാരെ ശത്രുക്കളായി ചിത്രീകരിക്കുകയോ അവർക്കെതിരെ മാരക ബലം പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് ഭരണഘടനയുടെ ആത്മാവിനോട് പൊരുത്തപ്പെടുന്ന ഒന്നല്ല എന്നുള്ളത് ശ്രീ TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. രാഷ്ട്രീയ ഭിന്നാഭിപ്രായം രാജ്യദ്രോഹമല്ല. രാഷ്ട്രീയ ഭിന്നാഭിപ്രായം, വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായം എന്ന് പറയുന്നത് രാജ്യദ്രോഹമല്ല. നിങ്ങൾ പലപ്പോഴും ആ കുട്ടികളെയൊക്കെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചപ്പോൾ ആ കുട്ടികൾ 18, 16, 17 വയസ്സൊക്കെയുള്ള ആ കുട്ടികളുടെ പ്ലേ കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. രാജ്യദ്രോഹി നിന്റെ തന്ത, അങ്ങനത്തെ വാചകം അതിനകത്ത് വന്ന, ഞാൻ പറയുന്നതല്ല, അതിനകത്ത് വന്ന. എന്നിട്ട് വേറെ ചില കുട്ടികളെ പിടിച്ചിരിക്കുന്നത് രാജ്യദ്രോഹികൾ, നിന്റെ തന്തയുടെ തന്ത എന്നൊക്കെ പറഞ്ഞ്. എന്തിനാണ് ഇത്തരം വാക്കുകളൊക്കെ ആ കുഞ്ഞു മനസ്സുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുവാൻ മുതിരുന്നത്? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭിന്നാഭിപ്രായമുള്ളവരെയൊക്കെ രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അപജയം. അത് ജനാധിപത്യത്തിൻ്റെ ജീവരക്തമാണ്. ഏത് ഈ ഭിന്നാഭിപ്രായം എന്ന് പറയുന്നത്. അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു മനോവിനയമാണ് രാഷ്ട്രീയ പുങ്കുവന്മാർക്ക് എല്ലാവർക്കും വേണ്ടി. അത് കേന്ദ്രത്തിലാകട്ടെ ഇവിടെ സംസ്ഥാനങ്ങളിലാകട്ടെ അതെല്ലാവർക്കും വേണം. വാക്കുകൾ വെറും വാക്കുകളല്ല, അത് മറന്നു പോരുത്. വാക്കുകൾ വെറും വാക്കുകളല്ല. ഞാൻ അധികാരത്തിലായിരുന്നെങ്കിൽ വെടിവെക്കാൻ ഉത്തരവിടുമായിരുന്നു. ആരാത് പറയുന്നത്? ശ്രീ TG മോഹൻദാസ്.
അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. BJPയുടെ സൈദ്ധാന്തികന്മാരിൽ പ്രധാനിയായിരുന്നു. RSSന്റെ ബുദ്ധി കേന്ദ്രമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് പരിചയമുണ്ട്. ഞങ്ങൾ തമ്മിൽ പല വേദികളിലും ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്, പല ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമാണ് പല കാര്യങ്ങളും, പല നിലപാടുകളും. എന്നാൽ ഇങ്ങനെയുള്ള വിടുവായ്ത്തരങ്ങൾ പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്ക് പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയണമായിരുന്നു. അദ്ദേഹത്തിന് 17 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. മുത്തച്ഛനാണ് അദ്ദേഹം. പല കൊച്ചുമക്കളോ പേരമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പേരമക്കൾ പോലും ഈ CJPയുടെ കൂടെ അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടിയുടെ കൂടെ നിലകൊള്ളുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ തരത്തിലുള്ള വിടുവായ്ത്തരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം വെടിവെച്ച് കൊല്ലുവാൻ തക്കവണ്ണം, കൊന്നിട്ട് ചത്തവരെയൊക്കെ പറക്കിക്കൊണ്ടു പോകുമെന്നും ബാക്കിയുള്ളവരെ ആശുപത്രി കൊണ്ട് ഇടുമെന്നും ഒക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക നിലവല്ലം തെറ്റിയിരുന്നോ എന്ന് പോലും ചിന്തിച്ച ആളുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ പഠനം കൂടെ നടത്തുകയും ചെയ്തു. എന്നാൽ അത് മാനസിക നിലവാരത്തിന് ഭംഗം വന്നു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ കുറ്റത്തെ നമുക്ക് സാധാരണവൽക്കരിക്കാൻ കഴിയുകയില്ല. അത് വളരെ വളരെ കർക്കശമായി തന്നെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ചില ആളുകളൊക്കെ വിശേഷിപ്പിച്ചേക്കാം. പ്രത്യേകിച്ച് ഇപ്പം RSS ഒക്കെ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ RSSന് കൈ കഴുകാൻ കഴിയുകയില്ല. കാരണം എന്താണ്? RSSന്റെ പൊതുവിലുള്ള നിലപാടിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശ്രീ TG മോഹൻദാസ് സാറ്. ഇദ്ദേഹമാണ് പല ചെറുപ്പക്കാരെയും RSSന്റെ സൈദ്ധാന്തികമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഇദ്ദേഹം ഇത് മുൻകൂട്ടി തന്നെ കുത്തിച്ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനമെന്ന് പറഞ്ഞ് മാത്രം ഒഴിയാനും പറ്റുകയില്ല. ഇത് അവരുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ, സംഘപരിവാറിൻ്റെ ഒരു പൊതു ചിന്താധാര തന്നെയാണ്. കാരണം ഇത് ഒരു വ്യക്തി മാത്രം പറയുന്നതോ ഒരു വ്യക്തി മാത്രം പ്രവർത്തിക്കുന്നതോ അല്ലല്ലോ. നമ്മൾ ജന്തർ മന്ദിറിൽ കണ്ട എന്താണ്? അവിടെ വലിയ മുളവടിയിൽ ആണി അടിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ 10, 17, 18 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ചതോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. പെൺകുഞ്ഞുങ്ങളുടെ ഗുഹ്യഭാഗത്തൊക്കെ ലാത്തി വെച്ച് കുത്തിയതൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ഇത് ഇവരുടെ പൊതുവിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ എല്ലാവരുടെയും വികാരമാണ്. ആ വികാരം അവർ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. അതുകൊണ്ടാണല്ലോ ബീഹാറിലെ AK-47 എടുത്ത് ഒരു കോൺസ്റ്റബിൾ, സാധാരണ ഒരു കോൺസ്റ്റബിൾ പോലും ഒരു AK-47 വെച്ച് വെടിവെക്കണമെങ്കിൽ അവരുടെയൊക്കെ മെന്റാലിറ്റി എന്താണെന്നുള്ളത് ചിന്തിക്കണം. അപ്പം ഈ 65% വരുന്ന ഈ സർക്കാരിനെ എതിർക്കുന്നതായിട്ടുള്ള ജനത്തെ 35% മാത്രം വോട്ടോടുകൂടെ ജയിച്ചിരിക്കുന്ന, 33% വോട്ടോടുകൂടെ ജയിച്ചിരിക്കുന്ന ഒരു ഭരണ പാർട്ടി ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും വളരെ വിസിബിൾ ആയിരുന്നു എന്നുള്ള നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഇത് സാധാരണ ഒരു പൊതുപ്രവർത്തകന്റെ അതരത്തിൽ നിന്ന് വരുന്നതല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇദ്ദേഹത്തെ പോലെ ആ സമൂഹത്തെ അല്ലെങ്കിൽ RSS സംഘപരിവാർ ജനത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു പൊതുപ്രവർത്തകരുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ സ്വാധീനമുണ്ട്. അവരുടെ സമൂഹത്തിൽ അതിന് വളരെ സ്വാധീനമുണ്ട്. ഒരു വ്യക്തിയെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ അത് ഏറ്റുപറയും. അത് ഏറ്റുപറയുക മാത്രമല്ല, ഏറ്റവും മനോഭാവങ്ങൾ മോശമായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് ഇത് കുത്തിച്ചെലുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരതിന് മടിക്കുകയുമില്ല. അതാണ് നമ്മൾ AK-47 ഒക്കെ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ കൂടെ ഒക്കെ കണ്ടത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ടുന്നവർ അക്രമത്തെ ന്യായീകരിക്കുന്ന ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് അക്രമത്തോടുള്ള സാമൂഹ്യ സഹിഷ്ണുത വർദ്ധിപ്പിക്കാനുള്ള സാധ്യത സൃഷ്ടിക്കുകയാണ്. എത്ര നിങ്ങൾ പയസ്ഡായിട്ട്, എത്ര ധ്യാനാത്മകമായിട്ടൊക്കെ ജീവിക്കാം, സന്യാസത്തിലേക്കൊക്കെ പോകാം എന്ന് വിചാരിച്ചാലും നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വന്നിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് ആരംഭിച്ച സമയം മുതൽ, RSS ആരംഭിച്ച സമയം മുതൽ അത് വളരെ പ്രകടമാണ്. അതുകൊണ്ടാണല്ലോ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന RSSന്റെ സംഘപരിവാറിൻ്റെയും പൊതു ബൈബിളായിരിക്കുന്ന ബഞ്ച് ഓഫ് തോട്ട്സിൽ അല്ലെങ്കിൽ വിചാരധാരയിലും അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന മനുസ്മൃതിയിലൊക്കെ ഇത് വളരെ വിവക്ഷയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പ്രകടിപ്പിക്കപ്പെടേണ്ടുന്ന ഒന്നായിട്ട് തന്നെയാണ് ഈ ശത്രുത എന്നുള്ളത് അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആളുകൾ മാതൃകയാകേണ്ടുന്നവർ അക്രമത്തെ ന്യായീകരിക്കുന്ന ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് അക്രമത്തോടുള്ള സാമൂഹ്യമായിട്ടുള്ള സഹിഷ്ണുത വർദ്ധിക്കുകയാണ് എന്നുള്ളത് മറന്നു പോരുത്.
അപ്പം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ ദുരന്തങ്ങൾ പലപ്പോഴും വെടിയൊച്ചയോടെ അല്ല, വാക്കുകളോടെയാണ് ആരംഭിച്ചത് എന്നാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. വലിയ ദുരന്തങ്ങൾ സമൂഹത്തിൽ വലിയ ദുരന്തങ്ങൾ ആളുകൾ വിതച്ചിട്ടുള്ളത് വെടിയൊച്ച കൊണ്ടല്ല, മറിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ കൊടുത്തുകൊണ്ടാണ്, കലാപത്തിനുള്ള ആഹ്വാനം കൊടുത്തുകൊണ്ടാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോയുടെ പരാമർശം കൂടെ പറയാം. ടി ജി മോഹൻദാസ് സാറിൻ്റെ മറ്റൊരു പരാമർശം. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കൾ തെരുവിലിറങ്ങി കലാപം ആരംഭിക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ സഹിഷ്ണുതയാർന്ന ജനസമൂഹങ്ങളെ, ഹൈന്ദവ സമൂഹങ്ങളെ വളരെ വളരെ കലുഷിതമാക്കത്തക്കവണ്ണം, അവരെ ശക്തരാക്കത്തക്കവണ്ണം ഉള്ള ആഹ്വാനം കൊടുക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ ഹൈന്ദവർ എല്ലാവരും തന്നെ മിതവാദികളും അവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും കരുതുന്നവരും ഇവിടെ യാതൊരു വേർകൃത്യവും ഇല്ലാതെ സഹോദര്യ ബന്ധത്തിൽ ജീവിക്കുന്നവരും ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ ഒരു മൃഗത്തിൻ്റെ വാക്കുകളായിട്ട് ഒരു കൊരയുടെ ശബ്ദമായിട്ട് പോലും ആളുകൾ ചിന്തിക്കാത്തത്. അല്ല എങ്കിൽ എന്തെല്ലാം കലാപം ഉണ്ടാക്കാമായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നതല്ല. വർഷങ്ങളായിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ജനങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരെ അപമാനിക്കുന്ന ഭാഷയും വിദ്വേഷവും സമൂഹത്തിൽ സാധാരണവൽക്കരിക്കപ്പെടുമ്പോൾ പിന്നീട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ഗുരുതരമാകും എന്നുള്ളത് മറന്നുപോകരുത്. ഇപ്പോൾ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ ആക്രമണം കൂടിയാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ ലൈംഗികവൽക്കരിച്ചോ അപമാനിച്ചോ സംസാരിക്കുന്നത് വ്യക്തിപരമായ മര്യാദയുടെ പ്രശ്നം മാത്രമല്ല, അത് പൊതുജീവിതത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ എന്നേക്കുമായിട്ട് ഭയപ്പെടുത്തി മാറ്റുവാനുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ഉപാധിയായിട്ട് മാറാൻ ഇടയാക്കുകയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ. ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് മറന്നുപോകരുത്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ സൗജന്യമായിട്ട് ബസ് യാത്ര അനുവദിക്കുമെന്ന് രാഷ്ട്രീയക്കാർ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ത്രീ സമൂഹം, സ്ത്രീ സഹോദരിമാരെല്ലാവരും കൂടെ കയറി ബസ്സിൽ അവിടെ അക്രമോത്സവകരമായിട്ടുള്ള സംസാരങ്ങളൊക്കെ നടത്തിയില്ലേ? കാരണം എന്താണ്? അവർക്ക് അവകാശത്തെ കൃത്യമായിട്ട് സംസാരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്കാകാം മറ്റുള്ളവർക്കായിക്കൂടാ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ടി ജി മോഹൻദാസ് സാറിനെ പോലെയുള്ള ആളുകൾ അതിനെക്കുറിച്ചൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ കുറച്ചും കൂടെ പക്വത പാലിക്കേണ്ടുന്ന ആളുകളാണ്. അപ്പോൾ ആ അവകാശത്തെ, ജനങ്ങളുടെ, സ്ത്രീകളുടെ, പുരുഷന്മാരുടെ ആ അവകാശത്തെ അപമാനിക്കുന്ന ഭാഷ ജനാധിപത്യ സംസ്കാരത്തെ ദുർബലപ്പെടുത്തുന്നു. കാരണം നിങ്ങൾക്ക് ജനാധിപത്യം താല്പര്യമില്ല എന്നുള്ളതും കൂടെ അതിലൂടെ പ്രകടമാക്കുകയാണ്. മാത്രമല്ല, ഇത് മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു വിഷയമാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ. അദ്ദേഹം പറഞ്ഞത് ആണ് എന്നുള്ള സത്യം തന്നെയാണ്. അതിര് കടന്ന പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ചിലർ അത് പ്രായത്തിൻ്റെയോ മാനസിക അവസ്ഥയുടെയോ ഫലമാണെന്ന് അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ വ്യക്തമായ വൈദ്യശാസ്ത്രപരമായ തെളിവുകളില്ലാതെ അത്തരം നിഗമനങ്ങളിൽ നമ്മൾ എത്തുന്നത് ഉചിതമല്ല. അതിലുപരി അങ്ങനെ ചെയ്യുന്നത് പ്രസ്താവന നടത്തിയ വ്യക്തിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഇടയാകും. ഇപ്പം അവരുടെ ഒരു നറേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയതുകൊണ്ടാണ്. മാനസിക നില തെറ്റിയവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുതിരവട്ടവും അതേപോലെ തന്നെ പൂജപ്പുരയൊക്കെ ഉള്ളത്. അവിടെയാണ് അവരെ ചികിത്സിക്കേണ്ടേ. അവരെ നിങ്ങൾ അവിടെ കൊണ്ടുപോകണം. ഇത്തരക്കാരുടെ പ്രഭാഷണങ്ങളും ഇത്തരക്കാരുടെ സംവാദങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ പാടില്ല. അതിന് കർക്കശമായ നിയന്ത്രണം വരുത്തേണ്ടത് സംഘപരിവാർ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തെ വീട്ടിലിരുത്താനും അദ്ദേഹത്തിന് കഴിയുന്ന പണികൾ വീട്ടിൽ ചെയ്യുവാനും അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നടക്കാനും വൈകിട്ട് നടക്കാനും അങ്ങനെ ആരോഗ്യമൊക്കെ ഒന്ന് പരിപാലിക്കാനും വേണ്ടുന്ന ശുപാർശകളാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം പ്രസംഗങ്ങളെ മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നത് രാഷ്ട്രീയ ധ്രുവീകരണം, ഡിജിറ്റൽ മാധ്യമങ്ങളിലെ ശ്രദ്ധ, സമ്പദ് വ്യവസ്ഥ, ആശ്രയപരമായ പ്രതിധ്വനി മണ്ഡലങ്ങൾ, എക്കോ ചേമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൂടുതലായിട്ട് പൊതുസമൂഹം നടത്തേണ്ടത് ആവശ്യമാണ്. ഇത്തരക്കാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാതിരിക്കാൻ, അവരെ എന്നേക്കുമായിട്ട് നിശബ്ദരാക്കാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അവരുടെ വീഡിയോ തുറക്കാതിരിക്കുക. ഇല്ല എങ്കിൽ അവർക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ വ്യൂവേഴ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ ആവേശം വരും. കൂടുതൽ ആവേശം ഉണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹം കൂടുതൽ അധപ്പതനത്തിലേക്ക് വരുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പം എന്തുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഇതിനെ നിയമപരമായിട്ട് ഇടപെടണം എന്ന് നമ്മൾ പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന അവകാശമാണ്. എന്നാൽ ഭരണഘടനയുടെ അനുച്ഛേദം 19(2) പ്രകാരം പൊതുസമാധാനം, അക്രമത്തിന് പ്രേരണ, വിദ്വേഷ പ്രചരണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ അവകാശത്തിന് നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകണ്ട. അതുകൊണ്ടാണ് ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണമോ ഒരു സ്റ്റേറ്റ്മെന്റോ പൊതുസമാധാനത്തെ ബാധിക്കുമോ, അക്രമത്തിന് പ്രേരണ നൽകുമോ, നിയമലംഘനത്തിന് ഇടയാക്കുമോ എന്ന സംശയം ഉണരുമ്പോൾ അന്വേഷണ ഏജൻസികൾ അതിനെ പരിശോധിക്കുന്നത്. അപ്പോൾ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. പല പോലീസ് സ്റ്റേഷനുകളും അദ്ദേഹത്തിനെതിരെ കേസുകളൊക്കെ വരുന്നു എന്ന് കേൾക്കുന്നു. അത് എല്ലായിടത്തും അദ്ദേഹത്തിന് ഓടിയെത്താൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും അദ്ദേഹം നിയമത്തെ കാണണം, നിയമത്തെ അറിയണം, നിയമത്തെ മനസ്സിലാക്കാൻ അത് കാരണമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രസംഗം കുറ്റകരമാണോ അല്ലയോ എന്ന അന്തിമ തീരുമാനം കോടതിയാണ് എടുക്കുന്നത്. എന്നാൽ അന്വേഷണം നടക്കുന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെ നിയമവാഴ്ച പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നത് ശരിയോ എന്ന് പല സംഘപരിവാർ അംഗങ്ങളും ചോദിക്കുമ്പോൾ അത് ശരി തന്നെയാണെന്നാണ് പൊതുവിലുള്ള ജനാഭിപ്രായം. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് പറയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ സ്നേഹത്തിൽ സംസാരിക്കുക. കാരണം നമ്മുടെ ഒരു ബഹുസ്വരതയുള്ള, അതേപോലെ തന്നെ വിവിധ മതങ്ങളും വിവിധ ആചാര അനുഷ്ഠാനങ്ങളും വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളുമുള്ള മനോഹരമായ ഒരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ മതേതരത്വം എന്നുള്ള വാക്കിനെ ഹേറ്റ് ചെയ്യുന്ന ഒരാളാണ്, വെറുക്കുന്ന ഒരാളാണ് TG മോഹൻദാസ് സാറിനെ പോലെ ഉള്ള സൈദ്ധാന്തികന്മാരെല്ലാം. എന്നാൽ ഓർത്തോണം, ഇതൊരു മതേതരത്വ രാജ്യമാണ് സർ. നിങ്ങൾക്കതിനെ പെട്ടെന്നൊന്നും തച്ചുടയ്ക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങപ്പെടും. അപ്പോൾ നിയമം കുറ്റക്കാരെ ശിക്ഷിക്കാൻ മാത്രമല്ല, സമൂഹത്തെ സംരക്ഷിക്കാനുള്ള, നിലനിൽക്കുവാൻ കൂടെ വേണ്ടിയിട്ടുള്ളതാണ്, സമൂഹത്തെ നിലനിർത്താനും കൂടിയുള്ളതാണ്. അപ്പോൾ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നിയമം പ്രതികരിക്കുന്നത് 5 പ്രധാന കാരണങ്ങളാലാണ്. 1, അക്രമത്തെ സാധാരണവൽക്കരിക്കുന്നത് തടയാൻ, ജനാധിപത്യ പ്രതിഷേധങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ. 3, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൗരന്മാരുടെയും മാന്യത സംരക്ഷിക്കാൻ. 4, സ്വാധീനമുള്ള വ്യക്തികൾക്ക് പൊതുപ്രസംഗത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്ന സന്ദേശം നൽകാൻ. 5, ഭയവും വിദ്വേഷവും അല്ല, നിയമവാഴ്ചയാണ് രാജ്യത്തെ നയിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ. അപ്പം ഈ 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുവാനായിട്ട്. ശിക്ഷ എന്നത് പ്രതികാരമല്ല, ഭരണഘടനാപരമായ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ജനാധിപത്യത്തിൽ ആശയങ്ങളെ നേരിടേണ്ടത് ആശയങ്ങളാലാണ്, ആയുധങ്ങളാലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയൊക്കെയാണോ ആശയങ്ങൾ പരാജയപ്പെടുന്നത് അവിടെയാണ് ആയുധം എന്താറുള്ളത്. അതാണ് സംഘപരിവാറിന് പറ്റുന്ന ഏറ്റവും വലിയ അപജയം എന്നും കൂടെ ഓർപ്പിക്കട്ടെ. വെടികൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ല നിങ്ങൾ ആശയങ്ങളെ എതിർപ്പെടേണ്ടത് എന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. അപ്പോൾ സ്വാധീനമുള്ള പൊതുപ്രവർത്തകരുടെ ഓരോ വാക്കും സമൂഹത്തിൽ പ്രതിധ്വനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ അവകാശമാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുക. എന്നാൽ അതിന് അതിരുകളിൽ നിന്നല്ല, മറ്റുള്ളവരുടെ ജീവനും സുരക്ഷയ്ക്കും ജനാധിപത്യ അവകാശങ്ങളും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ വരുമ്പോൾ നിയമം അതിനെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതും ആവശ്യമായിടത്തൊക്കെ നിയമ നടപടികൾ എടുക്കേണ്ടതും ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനാണ്. ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എതിരാളികളെ ഇല്ലാതാക്കുന്നതിലല്ല, എതിരാളികളുടെ അവകാശം പോലും നിയമത്തിൻ്റെ സംരക്ഷണത്തിൽ നിലനിർത്തുന്നതിലാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ TG മോഹൻദാസ് സാർ മാത്രമല്ല, ആ ഐഡിയോളജിയുമായിട്ട് നിലനിൽക്കുന്ന ആളുകളും അതിൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകളും ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശകലനം ചെയ്താൽ നമ്മുടെ രാജ്യത്തിന് എത്ര മനോഹരത്വം കൈവരിക്കാൻ സാധിക്കും. ഒരു വനത്തിൽ എത്രയോ മരങ്ങളുണ്ട്, ആ മരങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹരത്വം ഉണ്ടല്ലോ, അതേപോലെയുള്ള ഒരു മനോഹര രാജ്യമായി നമുക്ക് നിലനിൽക്കാം. നന്ദി, നമസ്കാരം.